നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. നീലാംബരി. വാട്ട്? നീലാംബരി? താനൊരു ഫ്ലവർ ആണോ? ഓക്കെ, അതാണോ? തൻ്റെ അടുത്ത് വരുമ്പോ വല്ലാത്തൊരു മണം. വല്ലാതെ നേർത്തുപോയ അവന്റെ ശബ്ദവും വിശ്വാസവും തന്റെ കാതോര മുഖം ചേർത്ത് അവൻ പറയും പോലെ അവൾക്ക് തോന്നി. തൻ്റെ അടുത്തിപ്പോൾ ജാൻ സാർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ താനൊന്ന് കെട്ടിപ്പിടിച്ചേനെ. ഒന്ന് കാണാൻ അത്രമേൽ ഹൃദയം തുടികൊട്ടുന്നു. ആ നെഞ്ചിൽ മുഖം ചേർത്ത് അതിനുള്ളിൽ കയറി ഒളിച്ചിരിക്കാൻ അവൾക്ക് തോന്നി. മറ്റാരും കാണാതെ ഒരു മറയൊരുക്കാൻ അവന്റെ കരുത്തുറ്റ കൈകൾ മാത്രം മതിയല്ലോ എന്ന് തോന്നിപ്പോയി അവൾക്ക്. ആ നിശ്വാസം പകുത്തെടുത്ത് ജീവൻ നിലനിർത്തിക്കോളാമെന്ന് തോന്നി അവൾക്ക്. ഏയ്, ആർ യു ഡ്രീമിംഗ്? അവന്റെ ചോദ്യം അവളുടെ ചിന്തകളെ പൊട്ടിച്ച് പുറത്തിയാടിച്ചു. പെട്ടെന്നാണ് കിരണിന്റെ വാക്കുകൾ അവളുടെ ഓർമ്മയിലേക്ക് വന്ന്. എൻഗേജ്മെന്റ്, ആവണിയുമായി ജാൻ സാറിന്റെ എൻഗേജ്മെന്റ്. അവളൊന്ന് വിശ്വസിച്ചു. ഞാൻ ഫോൺ വെച്ചോടെ സർ? ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വിളിക്കണം തോന്നി. ഈ സമയം വിളിച്ചാൽ ശല്യാവെന്ന് കരുതിയിട്ടാ ഒരു മെസ്സേജ് ഇട്ട്. സാറ് തിരിച്ചു വിളിക്കുന്ന കരുതിയില്ല. ഈ സമയത്ത് എന്താണോ ശല്യാവാൻ? ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. അതാണോ തന്നെ മെസ്സേജ് വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. അല്ല, ഇനി ആവണിയായിട്ട് അല്ല സംസാരിച്ചിരിക്കും മറ്റോ ആണെന്ന് കരുതി. ആവണി? ദാറ്റ് ഗേൾ, വൈ ഷുഡ് ഐ ടോക്ക്? ചെടിയിൽ നിന്ന് ഓരോ പൂക്കളായി ഇരുത്തരുത് കളഞ്ഞുകൊണ്ടിരുന്നവൻ ഒപ്പം അവളുടെ മറുപടിക്കായി കാത്തു. അല്ല, കിരണേട്ടന് ഓരോന്ന് പറഞ്ഞപ്പോ ഒന്നുമില്ല. എവിടെ വെച്ച എൻഗേജ്മെന്റ്? ഓഫീസിലുള്ള എല്ലാവരും വിളിക്കുവോ? ആരുടെ എൻഗേജ്മെന്റ്? സാറിന്റെ ആവണിയുടെയും. നില പറയുമ്പോൾ കണ്ണുകൾ മുറുക്കി അടച്ചവനൊന്ന് തുറന്നു. കിരൺ പറഞ്ഞു അല്ലേ, അവന്റെ 16 അല്ല എന്റെ എൻഗേജ്മെന്റ് ഉടനെ ഉണ്ടാവും. ഓഫീസിലുള്ളവർ മാത്രമല്ല, നാട്ടുകാരും ബന്ധുക്കളൊക്കെ ഇന്ന് തന്നെ ഇവിടെ കൂടും. ജാന്റെ മുഷ്ടിയുരുണ്ട്. കിരണങ്ങാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ എല്ലൂരി ചെക്കൻ ഊഞ്ഞാലി കെട്ടി ആടിയേനെ. പക്ഷേ നീലാംബരിയിൽ അപ്പോഴും വല്ലാത്ത വിഷമമായിരുന്നു. അവൾ അല്പസമയത്തേക്ക് മൗനമായി. അതിന്റെ കാരണം മനസ്സിലായ പോലെ ജാന്റെ ചുടികളിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു. നില, താൻ വരും എൻഗേജ്മെന്റിന്? അവളിൽ എന്നർത്ഥത്തിൽ മൂളി. തന്റെ എൻഗേജ്മെന്റിന് എന്നെ വിളിക്കോ? അപ്പോഴവളില്ലാന്ന് മൂളി. പിന്നെ എങ്ങനെയാ രണ്ടും നടക്കുക? എന്ത്? വേറെ ഏതോ ലോകത്തു നിലക്ക് അപ്പോഴാണ് വണ്ടി കിട്ടിയത്. നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ടെന്ന്? ഞാനും അമ്മയും തുളസിയും മുത്തശ്ശനും മുത്തശ്ശിയും. അപ്പൊ മറ്റവനോ? ഐ മീൻ നിന്റെ അല്ല, മറ്റേ മുകുന്ദൻ. അവനില്ല അവിടെ? ആ ചോദ്യത്തിൽ പോലും മുകുന്ദനോടുള്ള വെറുപ്പ് നിറഞ്ഞിരുന്നു. അവരൊക്കെ ഇവിടെയല്ല താമസം, അമ്മായിയുടെ വീട്ടിലാ. രാവിലെ വന്ന് രാത്രി പോവും. തന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? പെട്ടെന്നാണ് വല്ലാത്തൊരു കാറ്റും ചാറ്റൽ മഴയും തുടങ്ങിയത്. കാറ്റടിച്ച് വിറക്കുന്ന ജനലിലേക്ക് അവൾ നോക്കി. എന്താണോ വീണ്ടും അവിടെ ശബ്ദം കേൾക്കുന്നത്? മഴ പെയ്യുന്നുണ്ട്, കാറ്റുണ്ട്. അച്ഛൻ അറിയില്ല, ഞാൻ ജനിച്ചപ്പോ അച്ഛനില്ല. അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവനൊന്ന് ഇരുത്തി മൂളി. ശ്രീമാം എവിടെയുണ്ടോ? 1-2 വട്ടം എന്നെ വിളിച്ചിരുന്നു, എടുക്കാൻ പറ്റിയില്ല. ഉണ്ടല്ലോ, ഡാഡിയുടെ തറവാട്ടിലാ ഞങ്ങള്. കിരണേട്ടൻ പറഞ്ഞിരുന്നു. ഓണ ഹോളിഡേ കഴിഞ്ഞ പിന്നെ താൻ ഓഫീസിൽ വരില്ലേ? അവന്റെ പ്രതീക്ഷയോടെയുള്ള ചോദ്യം. പക്ഷെ കൃത്യമായി മറുപടി അവളിപ്പോൾ എങ്ങനെ പറയും? അറിയില്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞാലേ അറിയൂ. വാട്ട്? അവൻ ശരിക്കും ഞെട്ടി. അവളൊന്നും മിണ്ടിയില്ല. വിവാഹ നിശ്ചയത്തിന് മൗനമായി സമ്മതിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഓഫീസിൽ പോകാൻ പറ്റുമായിരിക്കും, അവൾ മനസ്സിലോർത്തു. നില! ജാന്റെ ദേഷ്യത്തോടെയുള്ള വിളിയിൽ അവൾ ഞെട്ടി. ഒരു നിമിഷം ഓഫീസ് ഓർമ്മ വന്നവൾക്ക്. ജാൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. നിന്റെ വിരൽ തുമ്പിൽ പോലും മുകുന്ദൻ ഇനി തൊടില്ല നില. നീ എനിക്കുള്ളതാ, എനിക്ക് മാത്രം. അവൻ മനസ്സിലായി പറഞ്ഞു. അവിടെ മഴയുണ്ടോ സർ? വിഷയം മാറ്റാനാണ് അവൾ ആ ചോദ്യം ചോദിച്ചത്. നോ. എന്താ? വെറുതെ ചോദിച്ചാ. ഇവിടെ മഴയുണ്ട്. നില, ഒരു കാര്യം, ആവണിന്റെ ഡാഡിയുടെ ഫ്രണ്ടിന്റെ മകൾ മാത്രമാണ്. ഷീ ഈസ് നോട്ട് ഈവൻ മൈ ഫ്രണ്ട് ആൻഡ് ദർ ഈസ് നത്തിങ് ബിറ്റ്വീൻ അസ്. നിന്റെ കിരണേട്ടൻ പറയുന്ന കണ്ണടിച്ച് വിശ്വസിക്കണം, നീ ഓർത്തു വെച്ചോ. എന്തെന്നറിയില്ല, ഒരു ബാധ ഒഴിഞ്ഞ ഫീല് തോന്നി അവൾക്ക്. ആശ്വാസത്തോടെയുള്ള അവളുടെ ആ നിശ്വാസം അവന്റെ കാതിന് കുളിര് നൽകി കടന്നു പോകുമ്പോൾ അവന്റെ നെഞ്ചിൽ അവളോടുള്ള പ്രണയ പെരുമ്പറ മുഴക്കി. മഴയുടെ ആക്കം കൂടി. അവളുടെ ചുടികളിൽ വിരിയുന്ന പുഞ്ചിരി അവൻ മനസ്സിൽ കണ്ടു. അവിടെ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടല്ലേ? അതെങ്ങനെ മനസ്സിലായി? എനിക്ക് കേൾക്കാന്നില്ല. ആ വിൻഡോ അങ്ങ് അടച്ചേക്ക്. അതിനോട് ചേർന്നിരിക്കുന്ന നീയും നിന്റെ ബെഡൊക്കെ നനയും. അപ്പോഴേക്കും ആ മുറിയുടെ ഒരു ചിത്രം അവന്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു. അവളൊന്ന് ചിരിച്ചു. എനിക്കിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് നനയാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ഒരു ഇടിമിന്നൽ കൂടെ ഉണ്ടെങ്കിൽ കൂട്ടിന് ആള് കൂട്ടുവോ? ആ ചോദ്യത്തിന് മുമ്പിൽ എന്തോർത്ത് അവൾക്കാകെ നാണം വന്നു. ഒറ്റയ്ക്കിരുന്ന് ബ്ലഷ് അടിച്ചാൽ ഇപ്പൊ കാണാൻ ആരുമില്ല കേട്ടോ. നില, ഞാൻ നിന്നെ എന്നും ഇതുപോലെ വിളിച്ചോട്ടെ? എടുക്കാൻ പറ്റുമോന്ന് അറിയില്ല സർ. പിന്നെ ആ പാട്ട് നന്നായിരുന്നു കേട്ടോ, പറയാൻ പറ്റിയിരുന്നില്ല.
സാറിനെ കണ്ടാൽ പറയില്ല എത്രക്ക് സോഫ്റ്റ് ആണെന്ന്. ചിരിക്കുന്നു, പാട്ട് പാടുന്നു, പിന്നെ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. ആദ്യമായിട്ടല്ലേ ഇത്രയും സമയം നമ്മൾ സംസാരിക്കുന്നത്? നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒത്തിരി കഴിവുകൾ എനിക്ക് വേറെയുണ്ട് കേട്ടോ. പോകെ പോകെ എല്ലാം മനസ്സിലാക്കി തരാം. ഇറ്റ്സ് 2 AM. ഉറക്കം വരുന്നുണ്ടോ? എന്നാ താൻ കിടന്നോ. ഇരുട്ടിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. വിളിച്ചിട്ട്? അവളും ഞെട്ടി. വിളിച്ചാൽ ഇതുപോലെ ഫോൺ വഴി സംസാരിക്കാം, അല്ലാതെ വിളിച്ചതിന്റെ വീട്ടിലൊരുത്താനെന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടാൻ ചിരിക്കുമ്പോൾ അതേ ചിരിയോട് അവൾ നാവ് അടിച്ചു. ബൈ, താൻ കിടന്നോ. ബൈ. മോനെ ഉണ്ണിക്കുട്ടാ. പുറകിൽ നിർമ്മല നിൽക്കുന്നു. ഉറങ്ങിയില്ലേ മോൻ? എന്തേ രാത്രി ഇങ്ങനെ തനിയോടെ വന്നിക്കുന്നേ? നത്തിങ് അസമ. ഒരു കോള് വന്നാ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തലയിൽ അപ്പടി നീലാംബരിയാണല്ലോ. അവര് പറയുമ്പോൾ ജാനൊന്ന് ഞെട്ടി. എന്താ അച്ഛമ്മ പറഞ്ഞ്? അവരവരുടെ അടുത്തേക്ക് നടന്നു വന്നു. ജാന്റെ കവളിൽ പിടിച്ച് മുഖം കുനിച്ച് നിർത്തി. അവന് തലമുടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൂക്കൾ എടുത്തു കളഞ്ഞു. ശേഷം ഒരു പൂവെടുത്ത് അവന് നേരെ നീട്ടി. നീലാംബരി പൂവേ, ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോ എന്നെ നാദ് കൊണ്ടുവന്ന് നട്ട ചെടിയായത്. ചെടി വളർന്ന് വലുതായി പൂക്കുന്നതിന് മുമ്പ് അവനങ്ങ് പോയി. കയ്യിൽ കരുതിയ ഒരു പിടി നീലാംബരി പൂവ് ജാൻ കട്ടിലേക്ക് വിതറി അതിന് മുകളിലായി കിടന്നു. അവൻ വല്ലാത്തൊരു സുഗന്ധമായിരുന്നു അതിന്. നാദങ്ങൾ എങ്ങനെയാവും ഈ ചെടി കിട്ടിയിട്ടുണ്ടാവുക എന്ന് അവൻ ആലോചിച്ചു. ചെറിയൊരു ഗവേഷണമൊക്കെ ഇതിനോടകം അവൻ ആ ചെടിയെപ്പറ്റി നടത്തി കഴിഞ്ഞിരുന്നു. ഡെൽഫിനിയം മലബാരിക്കം എന്ന ബോട്ടണിക്കൽ നെയിമുള്ള നോർത്തിലൊക്കെ കാണപ്പെടുന്ന ചെറിയൊരു പ്ലാന്റ്. മനോഹരമായ നീലപ്പൂക്കൾ ഉള്ളതുകൊണ്ടാവാം നീലാംബരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ കാലാവസ്ഥയുടെ മാന്ത്രികതയിലാവണം മറ്റൊരു രൂപത്തിലും ഭാവത്തിലും ഈ ചെടി വളർന്ന് പന്തലിച്ചിട്ടുണ്ടാവുക. തന്റെ പെണ്ണിനെ പോലെ സുന്ദരി. ഒരു പൂവിനെ കയ്യിലെടുത്ത് അവൻ തഴുകി അതിരത്തോടടുപ്പിച്ച് വളരെ നേർത്തൊരു മുത്തം കൊടുത്തു. തൊട്ടും തലോടിയും തഴുകിയും അവന്റെ ചുംബനങ്ങളേറ്റും ആ കുഞ്ഞു പൂവ് വാടിത്തളർന്നു. ഒരു കുസൃതി ചിരിയോടെ ഉറക്കത്തിലേക്ക് വീണു അവൻ. നേരം ഒത്തിരി വൈകിയാണ് നീലാംബരി ഉറക്കമെഴുന്നേറ്റത്. സമയം 9 മണിയോടടുത്തു. സാധാരണ ഇത്ര സമയം ഉറങ്ങാറില്ല. ഹോസ്റ്റലിലെ തോന്നിവാസമൊന്നും ഇവിടെ നടക്കില്ലല്ലോ. കട്ടിൽ വാടിക്കിടക്കുന്ന പൂക്കളിലേക്ക് നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു പോയി. ഇന്ന് തിരുവോണമാണ്. അലമാര തുറന്ന് ഒരു ധാവണി സെറ്റ് പുറത്തെടുത്തു അവൾ. അതുമായി ഗോവൻ ഇറങ്ങി ചെല്ലുമ്പോൾ തുളസി അടുക്കളയിൽ തകർത്ത് പണിയെടുക്കുന്നു. അവളൊന്നും മിണ്ടിയില്ല. കുളിക്കാനായി തലയിൽ എണ്ണ തേക്കുമ്പോൾ തുളസി ഒഴിച്ചു കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പൊ കുറച്ച് ദിവസമായി അതിലാൻ താൻ ഒറ്റക്കാണ് ചെയ്യാറ്. എന്താ ഉറങ്ങിപ്പോയ കുഞ്ഞെ? തുളസി ചോദിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അവിടെ ആകെ പരതുകയായിരുന്നു. ഭദ്രക്കുഞ്ഞ് കോവിൽ പോയിട്ട് വന്നിട്ടില്ല. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കൂടിയാ പോയത്. അതാവും താമസിക്കുന്നത്. നീല അപ്പോഴൊന്നും മിണ്ടിയില്ല. തുളസിക്ക് അത് വല്ലാത്ത വിഷമമായി. പക്ഷെ അപ്പോഴവർ ജോലിയിൽ മുഴുകി. ഒത്തിരി സമയമെടുത്താണ് നീല കുളിച്ചിറങ്ങിയത്. തലേരാത്രിയിലെ ഓർമ്മകളിൽ അവൾ വല്ലാത്തൊരു സ്വപ്നലോകത്തായിരുന്നു. തനിക്ക് ആ മനുഷ്യനോട് പ്രണയമാണ്, മറ്റൊന്നും തനിക്കറിയില്ല. ജാൻ എന്നാൽ നിലയ്ക്കിപ്പോൾ ഭ്രാന്ത് പോലെയാണ്. ഒന്ന് കാണാൻ അവളുടെ ഉള്ളം തുടിച്ചു. ഒരിക്കൽ കൂടി സംസാരിക്കണം, ഒരു രാവ് പുലരും വരെ. വല്ലാത്തൊരു മാന്ത്രികതയാണ് ആ ശബ്ദത്തിന് പോലും. താൻ എന്ന പെണ്ണിന്റെ വികാരങ്ങളെ ആഴത്തിൽ തൊട്ടുണർത്താൻ അവന്റെ ശബ്ദത്തിന് പോലും കഴിഞ്ഞു എന്ന് അവൾക്ക് തോന്നി. ഇട്ടിരുന്ന വസ്ത്രങ്ങൾ നനച്ച് അയൽ നിവർത്തി വിരിച്ച് തിരികെ അടുക്കള വാതിൽക്കെത്തിയതും അവൾ കേട്ടു. എല്ലാവരും വന്നിരിക്കുന്നു. കൽപ്പന അടുക്കളയിൽ തുളസിയോട് ഒച്ചയെടുക്കുന്നു. അവളുടെ കാലുകളിലൂടെ ഒരു തരിപ്പ് മുകളിലേക്ക് കയറി. എങ്കിലും അവൾ അടുക്കളയിലേക്ക് വേഗത്തിൽ നടന്നു. വാതിൽ കടന്നു കണ്ടു ഭദ്ര മുഖം കുനിച്ച് നിൽക്കുന്നു. ചെറിയൊരു സംശയത്തോടെ അവൾ എല്ലാവരെയും നോക്കി. വാഴയിലെത്തുമ്പോൾ മൂടി വെച്ചിരിക്കുന്ന വെങ്കല പാത്രങ്ങൾ പരിശോധിക്കുകയാണ് കൽപ്പന. ഓണായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഒരു അവിയലൊരു പുളിശ്ശേരി മാത്രം. കുറച്ചു ദിവസം വരാഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും അങ്ങ് ചത്തുപോയിന്ന് കരുതിയല്ലേടി നീയൊക്കെ? സത്യവട്ടൊന്നും വേണ്ടാന്ന് ഭദ്രക്കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞിട്ടാ ഞാനൊന്നും ഉണ്ടാക്കാഞ്ഞ്. രാവിലെ ഇഡ്ലിക്കുണ്ടാക്കിയ സാമ്പാറും പിന്നെ പഴയ അച്ചാറുകളും മേശമേൽ ഇരിപ്പുണ്ട്. ഒരു പായസം കൂടി ഞാൻ തരാക്കാം, തുളസി പറഞ്ഞു. പായസം കൂടി ആയപ്പോ എല്ലാം ആയെന്നാണോ? വന്നല്ലോ മാറാണി നീരാട്ടു കഴിഞ്ഞ്. വാതിൽക്ക് നിൽക്കുന്ന നിലയെ നോക്കി കൽപ്പന കൈവിടത്തി സ്വയം ആടി കാണിച്ചു. നിക്കണ നിപ്പണ്ടില്ലേ അസത്ത് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട്. ഇവൾ ഒറ്റ ഒരുത്തി കാരണ എന്റെ ശശിയണ്ണി അവസ്ഥ വന്ന്. ഇത്രയും ദിവസം ഒച്ച പൊന്നുന്നില്ലായിരുന്നു. ആശുപത്രി വീടുമായിട്ട് കഴിഞ്ഞു ഞങ്ങള്. അമ്മാതിരി പിടുത്തല്ലേ ആ വലിയമ്പൂരി കഴുത്തിന് പിടിച്ച് എന്റെ നെഞ്ചും കൂടെ അങ്ങനെ ചവിട്ടി പൊട്ടിച്ചു. എല്ലാം ഈ നാശം പിടിച്ചവൾ കാരണ. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാൻ കഴിയാഞ്ഞത്, അല്ലാതെ ഭയന്നിട്ടല്ല. ഏതോ അമ്പലത്തിൽ പോയി പുതിയ രക്ഷ പൂജിച്ച് നിറച്ചു വാങ്ങി അതും കെട്ടി വന്നിട്ടാണ് ഈ പ്രസംഗം മുഴുവൻ നടത്തുന്നത്. ഈ തറവാട് മൊത്തം ശുദ്ധികലശം നടത്തിയോ ഇവിടെ ആരെങ്കിലും? ഈ പിഴച്ചവള് തൊട്ട് അശുദ്ധാക്കിയതല്ലേ? എന്നിട്ടും മിണ്ടാ നിൽക്കുന്നുണ്ടില്ലേ അസത്ത്. ഇവളെ പറഞ്ഞിട്ടെന്തിനാ ദേ നിക്കണ് ഇവിടെ തള്ള. കൽപ്പന വിടാൻ ഭാവമില്ല. ഭദ്രയുടെ നേർക്കായി അടുത്ത ചാട്ടം. നീലാംബരി ഭദ്രയെ നോക്കി. പണ്ട് മുതലേ ഉള്ള നിൽപ്പ്. ഇപ്പോഴും മാറ്റമൊന്നുമില്ല. വല്ലതും തിരിച്ചു പറഞ്ഞാൽ എന്താണ് ഈ അമ്മയ്ക്ക്? അതോടെ നിൽക്കില്ലേ ഈ സ്ത്രീയുടെ ചാട്ടം?
നില മനസ്സിലായി ഓർത്തു. കൽപ്പന വീണ്ടും ഉറഞ്ഞുള്ളി. തൊലി വെളുപ്പ് കൂടിയതിന്റെയാ. പ്രായം 17 കഴിഞ്ഞില്ല. അതിനു മുമ്പ് ആണുങ്ങളെ മയക്കാനും കൂടെ കിടക്കാനായിരുന്നു ഇവൾക്ക് താല്പര്യം. അത്രയ്ക്ക് കാമ തലക്ക് പിടിച്ച് അറിഞ്ഞിട്ടാ അച്ഛന്റെ പ്രായമുള്ള കാര്യസ്ഥന്റെ കൂടെ. അമ്മായി! ആ അലർച്ച കേട്ട് എല്ലാവരും ഒരുപോലെ നടുങ്ങി. കൽപ്പന തന്റെ കാതുകൾ വിശ്വസിക്കാനാവാതെ ഒന്ന് തിരിഞ്ഞു നോക്കി. അതെ, ഇവൾ തന്നെ, നീലാംബരി തൊട്ടുപുറകിൽ വന്നു നിൽക്കുന്നു. നിലയുടെ കണ്ണു കൂർപ്പിച്ചുള്ള നോട്ടവും കിതപ്പും ഒക്കെ കൽപ്പനയിൽ അതിശയമാണ് ഉളവാക്കിയത്. നാലുകെട്ടിൽ കുശലം പറഞ്ഞിരുന്ന ലാവണ്യയും മായും ഓടി അവിടേക്ക് വന്നു. ഭദ്ര നടുങ്ങി വിറച്ചുപോയി. ഒപ്പം തുളസി. ഇനി ഒരു വാക്ക് നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾ എന്താ പറഞ്ഞ്? അച്ഛന്റെ പ്രായമുള്ള കാര്യസ്ഥന്റെ കൂടെ എന്റെ അമ്മ. ഇനി നിങ്ങൾ ആ കാര്യസ്ഥ രാമാനുജന്റെ പേര് ഇവിടെ മിണ്ടിപ്പോരുത്. എന്റെ അച്ഛൻ അയാളല്ല. തുളസി ഒഴികെ മറ്റെല്ലാവരും നടുങ്ങി. തുളസി കണ്ണുകൾ മുറുക്കി അടച്ചു. അവർ ദൈവത്തെ വിളിച്ചു. ഇനി എന്താ ഇവിടെ നടക്കാൻ പോയെന്നോർത്ത് തുളസിക്ക് ഭയമായിരുന്നു മനസ്സിൽ. ഭദ്ര അതേ നടുക്കത്തോടെ അങ്ങനെ തന്നെ നിന്നു. കൽപ്പന നിലയുടെ അടുത്തേക്ക് നടന്നു വന്നു. പിന്നെ ആരടി നിന്റെ തന്ത? പറയടി, അത്രക്ക് ധൈര്യം നിനക്ക്? രാമാനുജനല്ല നിന്റെ തള്ള കൂടെ കിടന്ന് വയറ്റിലുണ്ടാക്കിയ പിന്നെ ആരുടെ കൂടെയാന്ന്? ഓ, അപ്പൊ നീ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവളല്ലേ? നിലക്കൊന്നും അറിയില്ലെന്ന മുൻവിധിയോടെ കൽപ്പന നിന്ന് തിളച്ചു. ചെകിട് നോക്കിയൊരടിയായിരുന്നു നില അവർക്ക് കൊടുത്തത്. കൽപ്പനയുടെ കവിള് തരിച്ചു കയറി. അവർ കവിൾ പൊത്തിപ്പിടിച്ചു. നില കുഞ്ഞേ! ഭദ്രയും തുളസിയും ഒരേ സമയം വിളിച്ചുപോയി. മിണ്ടരുത് നിങ്ങൾ. നില കൽപ്പനയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. ഞാൻ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവള് തന്നെയാ. എന്റെ അച്ഛന്റെ പേര് പറയാൻ പോയിട്ട് കേൾക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല. എന്റെ അമ്മ ഇനി എന്തെങ്കിലും പറഞ്ഞാ നിങ്ങൾ ഈ നീലാമ്പയുടെ കൈയിന്റെ ചൂടിനി അറിയും. അപ്പോഴേക്കും കൽപ്പന നിലക്ക് നേരെ കൈ ഉയർത്തിയിരുന്നു. എന്തു പറയണി? കൽപ്പന ഉയർത്തിയ കയ്യിൽ നില കയറി പിടിച്ചു. കൽപ്പന! പുറകിൽ കത്തി ജ്വലിക്കുന്ന കണ്ണുകളുമായി നിൽക്കുന്ന ശശിധരനും അയാൾക്ക് പുറകിൽ ദത്തനും. അവിടെയൊക്കെ പുറകിലായി ഒരു വിജയച്ചിരിയോടെ നിൽക്കുകയാണ് ലാവണ്യ. മുറ്റത്ത് നിന്ന് സംസാരിക്കുകയായിരുന്നു ദത്തനും ശശിധരനും. അപ്പോഴാണ് അമ്പലത്തിൽ പോയവർ ഒരു ഓട്ടോയിൽ തിരികെ വന്ന് സരോജിനിയെ ഭദ്ര മെല്ലെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ദത്തനൊരു വഷളം ചിരിയോടെ നോക്കി നിന്നു. ഓട്ടോക്ക് പൈസ കൊടുക്കുന്ന ഭാർഗവൻ നായരെ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ശശിധരൻ നോക്കി നിന്നു. കൂനി മെല്ലെ നടന്നു വരുന്ന ആ വൃദ്ധനെ നോക്കി ഇരുവരും ക്രൂരമായി ഒന്ന് ചിരിച്ചു. അച്ഛാ, ഞാൻ കുറച്ചു ദിവസം മുമ്പ് ആര്യമ്പാട്ട് ദുർഗാദേവി ക്ഷേത്രത്തിൽ ഏല സൂചിക്കാൻ പോയിരുന്നു. അപ്പൊ അവിടുത്തെ പൂജാരിയോട് പറഞ്ഞ് വിവാഹ നിശ്ചയത്തിന്റെ ഡേറ്റ് സമയം കുറിച്ചു വാങ്ങി. മുകുന്ദം കിടന്ന് കയറൂട്ടിക്കുവാണേ ഈ ആഴ്ച തന്നെ നടത്തണമെന്നാ അവൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ചിങ്ങം കഴിയും മുമ്പ്. അതുകൊണ്ട് ചതയം കഴിഞ്ഞ് പൂരിട്ടാതെ അങ്ങ് നടത്താം. രാവിലെ 11:30 12 നല്ല മുഹൂർത്ത. അപ്പൊ സമയം ഇനി തീരില്ല. അപ്പോഴും നിലത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ഭാർഗവൻ നായരെ ശശിധരൻ രൂക്ഷമായി നോക്കി. ഭാർഗവൻ നായരെല്ലാം കേട്ടു നിന്നു. ഏറെ നേരം അയാൾ മൗനം പൂണ്ടു. എന്തോ ആലോചനയിലാണെന്ന് ഇരുവർക്കും മനസ്സിലായി. അയാളും ദീർഘശ്വാസം എടുത്തു. ഭദ്രയോടുകൂടി ചോദിച്ചിട്ടാവാം. ഭാർഗവൻ നായർ പറഞ്ഞു പൂർത്തിയാക്കിയില്ല. വേണ്ട! ശശിധരൻ അലറി. മറുപടി തങ്ങൾക്കെതിരാണെങ്കിൽ ഇനി എങ്ങനെയെല്ലാം നേരിടണമെന്ന് ശശിധരൻ നിശ്ചയമുണ്ടായിരുന്നു. അവളോട് ഇനി എന്ത് ചോദിക്കാൻ? എല്ലാവരോടും അന്വേഷിച്ചും പറയിച്ച് ഓരോന്ന് നടത്തിയുടെ ഫലം ഞാൻ കുറെ കണ്ടതാ. ഇനിയിപ്പൊ ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. അച്ഛനോടും കൂടിയാ. ശശിധര! ഭാർഗവൻ നായരുടെ സ്വരമിടറി. വേണ്ട, വിളിക്കണ്ട. പറയാനുള്ള മര്യാദ ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അച്ഛനോടുകൂടി ഞാനൊരു കാര്യം പറയാം. പ്രായം ഒത്തിരി ആയില്ലേ, ഇനി ഒരിടത്ത് മിണ്ടാണ്ടിരിക്കുക. ഏതായാലും മൂത്തമോന്റെ സ്ഥാനത്ത് ഞാനിവിടെ ഉണ്ടല്ലോ. ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. അതുകൂടി പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നു തന്നെ. എന്റെ പഴയ സ്വഭാവം പുറത്തെടുക്കരുത് എല്ലാവരും. അവസാനത്തെ വാചകം ശശിധരന്റെ പല്ലിനിൽ ഞെരിഞ്ഞ മറന്നു. ഭാർഗവൻ നായർ പകപ്പോടെ തന്റെ മകനെ നോക്കി. ശശിധര, ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കുടുംബത്തിൽ ഒരു മംഗളകാര്യത്തിന്റെ തീയതി നിശ്ചയിക്കുമ്പോ പെണ്ണുങ്ങളോട് ചോദിക്കണ കീഴ്വഴക്കങ്ങളൊക്കെ ഇല്ലേ? അതാ ഞാൻ പറഞ്ഞത് ഭദ്രയോടൊന്ന് ചോദിക്കാന്ന്. മംഗളകാര്യം തന്നെയാ, പക്ഷേ അധികം ആളും പേരൊന്നും വേണ്ട. ജാതകം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം. നാട്ടുകാരെ വിളിച്ച് പ്രദർശിപ്പിക്കാൻ മാത്രം മേന്മയൊന്നും ആസത്തിന്റെ ജാതകം എന്ന് പറയുന്ന കടലാസിനില്ല. എന്റെ മോന്റെ വിധി അല്ലാണ്ടെന്ന് പറയാൻ. പിന്നെ അവന് നിർബന്ധത്തിന് വഴങ്ങി 2 മോതിരം അത് വാങ്ങേണ്ടി വന്നു. അതിനെ അടക്കം പിന്നെ പറയാം. ഭാർഗവൻ നായർ ചുണ്ടൂർപ്പിച്ചു. അപ്പൊ എല്ലാം നീ അങ്ങോട്ട് ഉറപ്പിച്ചു. ഇനി ഞാനെന്തു പറയാനാ? ഇവിടെ ഈ തറവാട്ടിൽ വെച്ച് അങ്ങ് നടത്താം അല്ലേ ശശിധര? ഇവിടെയോ? കൊള്ളാം. വല്യമ്പൂയുടെ ശാപം കിട്ടിയ തറവാട്ടിൽ വെച്ച് എന്റെ മകനെ നിശ്ചയം നടത്തണം നിങ്ങൾക്ക്. ആ ദോഷം കൂടി എന്റെ മോന് കിട്ടട്ടേന്നല്ലേ? ശശിധരൻ നിന്ന് പറിച്ചു. നമ്മുടെ നാട്ടു നടപ്പ് വെച്ച് നോക്കുമ്പോ പെൺകുട്ടിയുടെ തറവാട്ടില്. ഭാർഗവൻ നായരെ പറഞ്ഞു പൂർത്തിയാക്കാൻ പോലും അയാൾ അനുവദിച്ചില്ല. അതൊക്കെ നാട്ടുകാരുടെ കാര്യം. കൽപ്പനയുടെ വീടിന്റെ അടുത്ത് ചെറിയൊരു അപ്പൂപ്പൻ നടയുണ്ട്. കാണിക്കക്കാരുടെ വകയാ. വിളിച്ചാ വിളി കേൾക്കുന്ന ഇടം. ഞാനെല്ലാം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് പോകാൻ തയ്യാറായിന്നോളാൻ ഭദ്രയുടെ ആസത്തിനോടും പറയണം. ഇവിടുന്ന് എല്ലാവരും കൂടി പോകാൻ ഞാൻ ഒരു വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്.
പറഞ്ഞു കഴിഞ്ഞ് പുറംതിരിഞ്ഞ് കൈയും കെട്ടി നിൽക്കുന്ന ശശിധരനെ ഭാർഗവൻ നായർ നോക്കി. അച്ഛാ ഓടിക്കലിച്ച് വരികയാണ് ലാവണ്യ. എന്താടി? ദത്തൻ ലാവണ്യോട് ചോദിച്ചു. ലാവണ്യ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞെട്ടിത്തരിച്ചു നിന്നു ശശിധരനും ദത്തനും ഭാർഗവൻ നായരും. ശശിധരന്റെ ചോര തിളച്ചു കയറി. ആ ഉരുമ്പട്ടോൾക്ക് അത്രക്ക് ധൈര്യോ? ഇന്ന് ഞാൻ അവിടെ തോലുരിക്കും. ശശിധരൻ ആഞ്ഞു നടന്നു. പുറകെ ദത്തനും ലാവണ്യയും. ഭാർഗവൻ നായർക്ക് ശരീരം തളരും പോലെ തോന്നി. അയാളെ കൊണ്ടാവും വിധം വേഗത്തിൽ അയാൾ അവിടേക്ക് നടന്നു. കൽപ്പന! പുറകിൽ കത്തി ജ്വലിച്ചിരിക്കുന്ന കണ്ണുമായി നിൽക്കുന്ന ശശിധരനും അയാൾക്ക് പുറകിൽ ദത്തനും. അവരുടെയൊക്കെ പുറകിലായി ഒരു വിജയച്ചിരിയോടെ നിൽക്കുകയാണ് ലാവണ്യ. അടിക്കാനായി ഓങ്ങിയ കൽപ്പനയുടെ കൈ താഴ്ന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.